ഹലോ, ഞാൻ ഡോക്ടർ പൊന്നു. ഇന്നത്തെ വീഡിയോയിൽ വിറ്റമിൻ ഡി ടോക്സിസിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ വിറ്റമിൻ ഡിയുടെ ലെവൽ നമ്മുടെ ശരീരത്തിൽ പരിധിയിലും കവിഞ്ഞു പോകുമ്പോഴാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഒരു 50 to 70 ആണ് നോർമൽ റേഞ്ച്. 30-ന് മുകളിലാണെങ്കിൽ അത് നോർമലാണ്. ഒരു 50 ആ ഒരു റേഞ്ചിൽ വെച്ചാൽ നോർമലായിരിക്കും. ഇതിലും കഴിഞ്ഞ് 100-ന് മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റമിൻ ഡിയുടെ ഉപയോഗം നമുക്കറിയാം. വിറ്റമിൻ ഡി ആണ് നമ്മുടെ ബോണിന് സ്ട്രെങ്ത് തരുന്നത്, ബോൺ വളർച്ചയെ സഹായിക്കുന്നത്, കാൽഷ്യം മെയിൻ്റനൻസിനൊക്കെ സഹായിക്കുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ ഡി. അപ്പോൾ വിറ്റമിൻ ഡി നമ്മളെല്ലാവരും ഡെഫിഷ്യൻ്റ് ആണ്. മിക്ക ആൾക്കാരും ഡെഫിഷ്യൻ്റ് ആണ്. കാരണം നമ്മൾ വെയിലത്ത് പോകാറില്ല, നമ്മൾ യൂഷ്വലി ഇൻഡോഴ്സ് ആണ്. അത് കാരണം മിക്ക ആൾക്കാരും ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ വിറ്റമിൻ ഡി ടോക്സിസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് വളരെ റെയറാണ്, പക്ഷേ അത് സംഭവിക്കാം. നമ്മൾ ഹൈ ഡോസ് ആയിട്ടുള്ള വിറ്റമിൻ ഡി വളരെ മാസങ്ങളും വർഷങ്ങളും എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ടെസ്റ്റ് ചെയ്യാതെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടോക്സിസിറ്റി ലെവൽസ് വരാം. അപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീണം വരിക, അല്ലെങ്കിൽ ബോൺ പെയിൻ വരിക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക, അല്ലെങ്കിൽ ബോണിന് ബലക്ഷയം വരിക. ഇതുപോലെ തന്നെ വിറ്റമിൻ ഡി ടോക്സിസിറ്റി ആണെങ്കിലും നമുക്ക് എല്ലിന് വേദന വരാം, ക്ഷീണം വരാം, വിശപ്പില്ലായ്മ വരാം, എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നാം, കോൺസ്റ്റിപ്പേഷൻ വരാം. അതുപോലെ തന്നെ ഈ വിറ്റമിൻ ഡി കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം അധികമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കാൽഷ്യം അധികമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ അത് കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ കിഡ്നിയിൽ പ്രശ്നങ്ങളുണ്ടാവാം. നെഫ്രോലിത്തിയാസിസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാൽഷ്യം പാൻക്രിയാസിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് പാൻക്രിയറ്റൈറ്റിസ് എന്നുള്ള അവസ്ഥയുണ്ടാവാം, ദഹനത്തിന് പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ വിറ്റമിൻ ഡി ഇതുപോലെ ടോക്സിക് ഇഫക്ട്സ് വന്നിട്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തിരുന്നാൽ നമ്മൾ സ്റ്റൂപ്പർ അല്ലെങ്കിൽ കോമയിലോട്ടൊക്കെ പോവാം. അപ്പോൾ വിറ്റമിൻ ഡി ടോക്സിസിറ്റി വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും വിറ്റമിൻ ഡി ഡെയിലി എടുക്കുന്നവർ തീർച്ചയായിട്ടും 3 മന്ത്ലി ചെക്ക് ചെയ്യണം. അതിൻ്റെ ലെവൽ ഒരു 50-70 റേഞ്ചിൽ താഴെ വെക്കണം. വിറ്റമിൻ ഡി ഒരു അഡൾട്ട് പേഴ്സണ് 600 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് ഡെയിലി എടുക്കേണ്ടത്. ഓൾഡർ ആയിട്ടുള്ള ആൾക്കാർ, 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ 800 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് എടുക്കാം. 4000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സിന് മുകളിൽ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിറ്റമിൻ ഡി എക്സസ് ആയി കഴിയുമ്പോൾ, ഇപ്പം 100-ന് മുകളിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ 70-ക്ക് മുകളിൽ പോകുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുമ്പോൾ ഉടനെ തന്നെ വിറ്റമിൻ ഡിയും കാൽഷ്യം സപ്ലിമെൻറ്റ്സും നമ്മൾ ഉടനെ നിർത്തണം. വളരെ അപൂർവമായിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നുള്ളൂ. ഈ കാൽഷ്യം വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നിർത്തിയാൽ തന്നെ ഈ വിറ്റമിൻ ഡി ടോക്സിക് ലെവൽ കുറയും. എന്നിട്ടും അത് കുറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ബിസ്ഫോസ്ഫണേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എന്നിട്ടും ഹൈ ലെവൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡയാലിസിസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.